നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് ന്യൂസിലാൻഡിലെ ഫാമേഴ്സ് നോർത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ന്യൂസിലാൻഡിലെ ഫാർമസി രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം, ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഉള്ളത് പ്രിൻസ് ജോസഫാണ്. പ്രിൻസ്, വെൽക്കം ടു അവർ ചാനൽ. പ്രിൻസ് ന്യൂസിലാൻഡിലെ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റാണ്. ഇവിടെ ഫാമേഴ്സ് നോർത്തിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എങ്ങനെ നാട്ടിൽ നിന്നും ന്യൂസിലാൻഡിലെ ഫാർമസി രജിസ്ട്രേഷൻ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് പ്രിൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിലെ ഫാർമസിസ്റ്റായിട്ട് വളരെ കുറച്ച് മലയാളികളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വീട്ടിലുണ്ടാവുന്ന മലയാളികളേ ഉള്ളൂ, ഉള്ളൂ. അപ്പോൾ ഒട്ടും ഈസി അല്ല ഈ ഒരു ഫാർമസി രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളത്, ഒട്ടും ഈസി അല്ല. ഒത്തിരി ചലഞ്ചസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് എന്നൊരു പൊസിഷനിൽ ഇരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻ. ദിസ് ഇസ് നോട്ട് ആൻ ഈസി ജോബ് ആൻഡ് യു ഹാവ് ഡൺ എ ഗ്രേറ്റ് തിങ് ഹാവിംഗ് ദിസ് രജിസ്ട്രേഷൻ. സോ കൺഗ്രാറ്റുലേഷൻ. സോ എന്തുകൊണ്ടാണ് ഈ ഒരു സാധാരണ നമ്മൾ കാണുന്നത് ഒത്തിരി നേഴ്സുമാരാണ്. അപ്പോൾ ഈ ഫാർമസി പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ്? ഫാർമസി +2 കഴിഞ്ഞിട്ട് ഞാൻ ഫാർമസിയാണ് ചൂസ് ചെയ്തത്. 4 വർഷത്തെ കോഴ്സ് B.Pharm. ഞാൻ ബാംഗ്ലൂരാണ് B.Pharm ചെയ്തത്. അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് കാലം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് ഫാർമസിസ്റ്റായിട്ട്. ഓക്കെ. പിന്നെ അത് 2007 പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വീണ്ടും മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിൽ പോയി. M.Pharm 2012 കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിന് പോയി. ഞാൻ സൗദിയിലായിരുന്നു. ഞങ്ങൾ വൈഫും. അപ്പോൾ എന്നിട്ട് അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ന്യൂസിലാൻഡ് വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തത്. വൈഫ് നേഴ്സാണ്. വൈഫിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി. ഞാൻ എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അധികം ഇൻഫർമേഷൻസ് ഒന്നും ഒരിടത്തും അവൈലബിൾ ഇല്ലായിരുന്നു. ടോട്ടലി ഒന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള ഇപ്പോഴും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു ഫാർമസി രജിസ്ട്രേഷൻ എടുക്കുന്ന എങ്ങനെയാന്നുള്ളൊരു ഒരു കണ്ടന്റ് ഇല്ല. ആ സമയത്ത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിരുന്നു. അതായത് നമ്മൾ കേട്ടേക്കുന്നത് IELTS ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ കാര്യത്തിൽ IELTS 7.5 ടോട്ടൽ വേണം, ഇൻഡിവിജ്വൽ 7 വേണം. ഓക്കെ. അങ്ങനെ ഓരോ കടകളോടും ഭയങ്കര ടഫാണ്. അങ്ങനെയാണ് ബാക്ക് നമ്മൾ കേട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ അതായിരുന്നു എൻ്റെ. അപ്പൊ എന്തൊക്കെ ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്നും ന്യൂസിലാൻഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത്? ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ടാണ്. ഒരു 4-5 സ്റ്റെപ്പ് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഇടേണ്ടത് ഇനീഷ്യൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഫാർമസി കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡിന് നമ്മൾ നമ്മുടെ ഇനിഷ്യൽ ആപ്ലിക്കേഷൻ എനിക്ക് തോന്നുന്നു $690 സംതിങ്. അത് ഡയറക്റ്റ് ആണോ ചെയ്ത്? ഏജൻസിയുടെ ഹെൽപ്പ് ഒന്നും ഇല്ലാതെ? അതിന് ഏജൻസിയുടെ ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഈസി പ്രോസസ് ആണ് ഒരു ഇനീഷ്യൽ ആപ്ലിക്കേഷൻ. PDF ഉണ്ട് ഇൻഫർമേഷൻ ഉള്ളത്. അത് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റിലുണ്ടോ? അതായത് ന്യൂസിലാൻഡിൽ ഈ ഫാർമസി രജിസ്ട്രേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഫാർമസി കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഒബിയസ്ലി നിങ്ങൾ ഗൂഗിളിൽ ഫാർമസി കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്താൻ പറ്റും. ആ ഒരു വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലിങ്ക് നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് അവരെ വിളിക്കുകയാണെങ്കിൽ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവർ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഇമെയിൽ അയക്കുകയോ ചെയ്യും. എന്തായാലും വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട അടിസ്ഥാന യോഗ്യത നമുക്ക് 4 വർഷത്തെ B.Pharmacy അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഇനി 4 ഇയർ കോഴ്സ് മതി. പിന്നെ നേരത്തെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അവർ കഴിഞ്ഞ വർഷം അത് എടുത്തു കളഞ്ഞു. ഓക്കെ. അപ്പൊ എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് ഈവൻ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും അപ്ലൈ ചെയ്യും. കഴിഞ്ഞ വർഷം എക്സ്പീരിയൻസ് എടുത്തു. പിന്നെ ഇംഗ്ലീഷിന്റെ സ്കോർ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ നേഴ്സിംഗിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് അയപ്പിക്കണം. റെഫറൻസും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ, അതായത് അതിനെന്താ പറയുന്നത്, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ ഫാർമസി കൗൺസിലിലേക്ക് അയപ്പിക്കണം. ഈ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ഫാർമസി കൗൺസിൽ കേരള എന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് അയപ്പിക്കണം. പിന്നെ 2 റെഫറൻസ്, പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒത്തിരി റൂളുകൾ അവർ റിലാക്സ് ചെയ്തിട്ടുണ്ട് ഈ കോവിഡ് വന്ന സമയത്ത്. അതുമായിട്ട് അതായത്
പണ്ടിങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുള്ളായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അവർ അനുവദിക്കുന്നുണ്ട്. അതായത് ഇനിഷ്യൽ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പായ ലോയുടെ കോഴ്സ് ചെയ്യാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയാതെ അവർ സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അങ്ങനെയല്ല, ഇത് കഴിഞ്ഞാലേ അടുത്തതിന് ഇരിക്കാൻ പറ്റുള്ളായിരുന്നു. ബേസിക്കലി ഇവർക്ക് ഒത്തിരി ഫാർമസിസ്റ്റിനെ ന്യൂസിലാൻഡിലേക്ക് തീർച്ചയായിട്ടും വേക്കൻസികളുടെ കാര്യത്തെ കുറിച്ച് എന്താണ്? ഇവിടെ എത്തി ഇന്റേൺഷിപ്പ് തുടങ്ങിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട, അതായത് പാസ് ആയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതുപോലെ വേക്കൻസീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സബ്മിറ്റ് അപ്രൂവ്ഡ് ആയി. അപ്പൊ അവര് പറയും നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിന് എലിജിബിൾ ആണ്. ബേസിക്കലി സോറി ടു കട്ട് യു, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ സർട്ടിഫിക്കറ്റും അവർ അസസ് ചെയ്യുന്നതാണല്ലേ. അസസ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിരിക്കും. അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് ക്യാപ്സ്. ക്യാപ്സ് ഇപ്പം മാറി വേറെ എക്സാം ആയിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് കൂടുതൽ അതിനെ കുറിച്ച് അറിയത്തില്ല. സെയിം ഫ്രെയിം തന്നെ കുറച്ച് നാളായല്ലോ വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ക്യാപ് എക്സാം ഈ ഡിസംബറിലാണ്, അടുത്ത മാസം. അത് കഴിഞ്ഞ അടുത്ത പ്രാവശ്യം തൊട്ട് വേറെ എന്തോ ഒരു എക്സാം ആണ്, സെയിം തന്നെ. ഓക്കെ, സിമിലർ എക്സാം. അപ്പൊ നമുക്ക് ആ എക്സാം എഴുതാനായിട്ട് ന്യൂസിലാൻഡിൽ വരേണ്ട കാര്യമുണ്ട്? ഇല്ലില്ല. അത് ക്യാപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ IELTS പോലെ ഓരോ കമ്പനി നടത്തുന്ന എക്സാമുകളാണ്. അപ്പൊ നമുക്ക് ഓരോ ടെസ്റ്റ് ഇന്ത്യയിലേക്ക് ഞാൻ നാട്ടിൽ വെച്ച് എഴുതിയത്. ഞാൻ ബാംഗ്ലൂർ പോയി എഴുതി. അങ്ങനെ ചില സ്ഥലങ്ങളിലുണ്ട് അവൈലബിൾ ആണ്, അവിടെ പോയി എഴുതിയാണ്. ഓക്കെ. അപ്പൊ എൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റിന് ന്യൂസിലാൻഡിൽ വരാതെ ഒരു ജോലി കിട്ടാനൊക്കെ ഉള്ള അതിനെ കുറിച്ച് പറയാം. അത് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഈ നാലാമത്തെ 3 സ്റ്റെപ്പുകളും പൂർത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമുക്ക് നേരത്തെ ബാക്ക് ചെയ്യാം ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് ബാക്ക് ചെയ്യാന്ന് പറയുന്നത് നാട്ടിലുള്ളവരെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ബേസിക്കലി അപ്പൊ ഇവിടെ നമുക്ക് ഒത്തിരി കൂടി ഒരു ആ സ്റ്റെപ്പിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് എടുക്കണം. ഇന്റേൺഷിപ്പ് ചെയ്താൽ ഇന്റേണായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു, അതായത് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഏകദേശം സിമിലർ പ്രൊസീജിയറാണ്. ഓസ്ട്രേലിയയുടെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് എപ്പം വേണമെങ്കിലും തുടങ്ങാം. ഭയങ്കര കുറച്ചുകൂടെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളെല്ലാം ഓൺലൈനാണ്, ഭയങ്കര കുറച്ചുകൂടെ ഫോർവേഡ് അഡ്വാൻസ്ഡ് ആണ് ഓസ്ട്രേലിയ. അതുപോലെ ഇന്റേൺഷിപ്പ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ തുടങ്ങാം, ഇഷ്ടമുള്ളപ്പോൾ ബ്രേക്ക് ചെയ്യുക, ഇഷ്ടമുള്ളപ്പോൾ തീർക്കുക. നമ്മുടെ അസൈൻമെന്റുകളൊക്കെ നമുക്ക് ഗ്യാപ്പ് ചെയ്യുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു 1 ഇയർ കോഴ്സ്, ഏകദേശം നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് ബേസിക് പേ കിട്ടും ഇന്റേൺഷിപ്പിന്റെ സമയത്ത്, ബേസിക് പേ ഉണ്ടാവും. എന്നിട്ട് പക്ഷെ ഫെബ്രുവരിയിൽ തുടങ്ങും, ജനുവരി ഫെബ്രുവരിയിൽ തുടങ്ങും. എൻഡ് ചെയ്യണത് നവംബറിൽ എൻഡ് ചെയ്യും. എന്നിട്ട് ഡിസംബറിൽ റിസൾട്ട് വരും. അപ്പം ഫെബ്രുവരി തുടങ്ങാൻ നമ്മൾ റെഡി ആയിരിക്കണം ഇന്റേൺഷിപ്പ്. നമുക്ക് എവിടെയെങ്കിലും കയറി ചാടിക്കയറി ഓസ്ട്രേലിയ പോലെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്തോ 2 വർഷത്തെ എന്തോ എക്സ്പയറി ഡേറ്റ് ഉണ്ട് നമ്മൾ ക്യാപ്സ് കഴിഞ്ഞാൽ, അതിനുള്ളിൽ ചെയ്യണം. അപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടാൻ ചലഞ്ച് ആണെന്നോ അല്ലേ? അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? വളരെ കുറച്ച് ആൾക്കാരെ ഡയറക്റ്റ് വന്നിട്ടുള്ളൂ. അതായത് ഇവിടെയുള്ള ഫാർമസികൾ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലുകൾ വളരെ ചുരുക്കം ഇന്റേൺഷിപ്പ് കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പം അറിയാലോ, മിക്കപ്പോഴും ഇച്ചിരി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ പുറത്തുള്ള ഫാർമസികളുണ്ട്, കമ്മ്യൂണിറ്റിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് നല്ലത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെയും ഫാർമസികളുണ്ട്. അപ്പൊ ആ ഒരു ഫാർമസിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലായിടത്തും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളാണ് മരുന്നെല്ലാം ഡിസ്പെൻസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്ത് ശേഷമാണ് നമുക്ക് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ആ ഒരു നാട്ടിലെ ഫാർമസിയെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഫാർമസികൾ. ഇവിടെ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഉണ്ടാവും, സ്ക്രിപ്റ്റ് എല്ലാം അങ്ങോട്ടാണ് വരുന്നത്. നാട്ടിലെ പോലെയല്ല, കയ്യിൽ കൊണ്ടുപോകാം. പക്ഷേ ഹോസ്പിറ്റലിലല്ല ഡിസ്പെൻസ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ഫാർമസികളിലാണ് ഡിസ്പെൻസ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് സബ്സിഡിയുടെ കാര്യങ്ങളും അങ്ങനെ കുറെ നിയമങ്ങളും കുറെ ലോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഡയറക്റ്റ് നാട്ടില് ഇരുന്നിട്ട് ഇവിടുത്തെ ഫാർമസി രജിസ്ട്രേഷൻ എടുത്ത് ഇവിടെ എത്തി ആരെങ്കിലും പരിചയമുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്കൊരാളെ അറിയാം, പക്ഷെ ഞാൻ സംസാരിച്ചിട്ടില്ല. 3 വർഷം ഇന്റേൺഷിപ്പ് പ്ലേമോട്ടിലൊരു ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി അടുത്ത എനിക്ക് അറിയാമെങ്കിൽ മെയ്യില് അസസ്മെന്റ് സെന്റർ എഴുതും. കാരണം നവംബറിൽ കുറച്ച് പുള്ളിക്കാരി വരാൻ താമസിച്ചുകൊണ്ട് അവേഴ്സ് കംപ്ലീറ്റ് പറ്റിയില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് നവംബറിൽ എഴുതാൻ പറ്റില്ല പരീക്ഷ. ലാസ്റ്റ് അസസ്മെന്റ് സെന്റർ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ബേസിക്കലി ഇത് നമുക്ക് നാട്ടിലിരുന്ന് തന്നെ IELTS എല്ലാം പാസ്സായി നമ്മൾ നാട്ടിലൊരു 4 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ അതിക്ക് മുകളിൽ, അതായത് ഫാം ഡിയോ അല്ലെങ്കിൽ B.Pharm പഠിച്ച ആളുകൾക്ക് ഇവിടെ വന്ന് ഇവിടെ വരാതെ തന്നെ നാട്ടിലിരുന്ന് ഒരു ഇന്റേൺഷിപ്പ് ആദ്യത്തെ 3 സ്റ്റെപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പിൽ നമുക്ക് ഇവിടെ വരാനും പറ്റും.
ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രജിസ്ട്രേഷൻ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോഴ്സുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്? അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് ക്യാപ്സ്. ക്യാപ്സ് എന്ന് പറയുന്നത് പ്യൂർലി നമ്മുടെ എക്സാം ആണ്, ഫാർമസി എക്സാം ആണ്. അത് ഒരു 3 മാസം നല്ലപോലെ ഇരുന്ന് പഠിച്ച ഒരാൾക്ക് പാസ്സാവുന്നുള്ളൂ. പക്ഷെ അത്ര ഈസി അല്ല. ഒരു 3 months. എനിക്ക് നല്ല നോളജ് ഉള്ളതാണെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ ഒരു 3 മാസമെങ്കിലും കുറഞ്ഞിരുന്ന് നല്ലപോലെ പഠിച്ചാലേ ക്യാപ്സ് പാസ്സാവുള്ളൂ. പിന്നെ അത് പാസ്സായി കഴിയുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ലോയുടെ കോഴ്സ്. അത് ഒരു ഓൺലൈൻ കോഴ്സാണ് ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അത് നമുക്ക് ഓൺലൈൻ നാട്ടിലിരുന്നോ എവിടെയോ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഒരു 3 മാസത്തെ കോഴ്സാണ്. എക്സാം ഓൺലൈനാണ്, ഈ ഒരു കോഴ്സ് മൊത്തത്തിൽ ഓൺലൈൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം നാട്ടിലിരുന്നിട്ട് കംപ്ലീറ്റ് ഈ ലോയുടെ കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഗൂഗിളെല്ലാം വഴി ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഒരു ഫാർമസികൾ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇമെയിൽ അയച്ച് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത്, നമ്മള് ഇവിടെയുള്ളവർക്ക് ഈ ഓവർസീസിൽ നിന്ന് വരുന്ന ആൾക്കാരെ കുറിച്ച് കൂടുതൽ അറിയില്ല. അതായത് നമ്മൾ ഈ 3 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ബിഫാം പഠിച്ച പിള്ളേരുടെ ഒപ്പമാണ്. അപ്പൊ ഇവിടെയുള്ള പിള്ളേരും ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ടാകും നമ്മുടെ ഒപ്പം. അപ്പൊ അവരും എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ടാവും ജനുവരിയിൽ. അതുപോലെ തന്നെയാണ് നമ്മളും അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഇവിടുന്ന് ബിഫാം കഴിഞ്ഞ് വരുന്ന പിള്ളേർ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ ഫാർമസികൾക്കും അറിയുള്ളൂ. അപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, ഇങ്ങനെ ഓവർസീസിലാണ് ഞാൻ ഈ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, എലിജിബിൾ ആണ്, കൗൺസിലിംഗ് ഓക്കെയാണ് ഞാൻ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഫാർമസികളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആളുകളുണ്ട്. അതുപോലെ ഇപ്പൊ കുറെ ഫാർമസികൾക്ക് അറിയാം, കാരണം ഇപ്പൊ ഒത്തിരി പേര് വരുന്നുണ്ട്. കാരണം ഞാനൊക്കെ ചെയ്യുമ്പോൾ മലയാളികള് ഞങ്ങൾ 2 പേരെ ഉണ്ടായിരുന്നു ലോയുടെ കോഴ്സ് ചെയ്യുമ്പോൾ. ഞാൻ കേട്ടത് ഈ വർഷം 10-37 പേര് ലോയുടെ കോഴ്സ് നാട്ടിലിരുന്ന് ഇവിടെയായിട്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സ് ഈ വർഷം. ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും വീഡിയോ ചെയ്തു തുടങ്ങിയ സമയത്ത് ഒത്തിരി ആളുകൾ ഫാർമസിസ്റ്റിന്റെ ചോദിച്ചിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അന്വേഷിച്ചപ്പോ നമ്മുടെ ഈ ഫാർമസി ലോകത്തില് 1000-ന് മുകളിൽ മലയാളികളുണ്ട്. അതിനകത്ത് ഒറ്റൊരാളാണ് ഫാർമസിസ്റ്റ് ആയിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഈ പാടുകളും കൊണ്ടാണ്, കുറെ സ്റ്റെപ്പുകളുണ്ടല്ലോ, എല്ലാരും ഓരോ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും ബ്രേക്ക് ആവും എല്ലാവരും. അപ്പൊ സ്ട്രഗിൾസ് ഒത്തിരി ഉണ്ട്. ചിലപ്പം ചില സ്റ്റെപ്പുകൾ ഈ പറഞ്ഞ ചിലർക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ക്ലിയർ ആകാൻ ബുദ്ധിമുട്ട് വരും, ചിലർക്ക് ക്യാപ്സ് പാസ്സാകാൻ ബുദ്ധിമുട്ട് വരും. എനിക്ക് പണി കിട്ടിയത് ഇന്റേൺഷിപ്പിലാണ്. ഇന്റേൺഷിപ്പ് ഇച്ചിരി ടഫാണ്. ഈ ഇന്റേൺഷിപ്പ് ഈസി അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നത് നമുക്ക് എഴുതാൻ പറ്റില്ല. ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലേ നമ്മളൊക്കെ സേഫ് ആവും. ഇന്റേൺഷിപ്പ് ഒരു വർഷം ശരിക്കും ടഫാണ് നമുക്ക് പ്രത്യേകിച്ച്, കാരണം ഇവിടുത്തെ രീതിക്ക് ആക്കി എടുക്കുവാണ് അവര് നമ്മളെ. അപ്പം പഠിക്കാനുണ്ട്. നമ്മുടെ ഭയങ്കര മെന്റലി സ്ട്രെസ്ഡ് ആണ്, ഒത്തിരി അസൈൻമെന്റുകളുണ്ട്. പിന്നെ ഇവിടുത്തെ രീതിയിലുള്ള അസൈൻമെന്റുകളല്ലല്ലോ നമ്മൾ ചെയ്ത്. അതാകുമ്പോ എത്ര നാളായപ്പോ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു? ഇപ്പൊ 1 വർഷമായുള്ളൂ എനിക്ക് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിട്ട്. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ഒക്കെയാണ്? ഇവിടുത്തെ ആളുകള് വേറൊരു രീതിയാണ്. അതായത് നമ്മുടെ വേറൊരു രീതിയാണ് നാട്ടിലെ. അതായത് നമ്മള് കൾച്ചറലി മൊത്തം മാറേണ്ട വരും. നമ്മള് സംസാരിക്കണം, ഒത്തിരി ശ്രദ്ധിക്കേണ്ട വരും. കാരണം ഡയറക്റ്റ് നമ്മളൊരു ജോലിക്ക് കയറുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കും. അതായത് നമ്മള് വേറൊരു രീതി ടോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും നമ്മളെ ക്യാച്ച് ചെയ്യും, നമ്മളെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് ലാംഗ്വേജ് മോഡുലേറ്റ് ചെയ്യണം നമ്മള്. അതെ, കുറച്ചും കൂടി നമ്മള് ഒരു ഭാഷ പറഞ്ഞാൽ കുറച്ചും കൂടി മര്യാദ പഠിപ്പിക്കില്ല. ഒരു വർഷത്തെ മര്യാദ നമ്മുടെ സംസാരത്തിലൊന്ന് ഹലോ, ഹായ്, താങ്ക് യു ഒക്കെ കുറവല്ലേ. അപ്പൊ അതൊരു പ്ലീസും താങ്ക് യു ഒക്കെ കുറെ ആഡ് ചെയ്യേണ്ടി വരും അല്ലേ? അവർക്ക് ഭയങ്കര റൂഡാണ് അങ്ങനെയൊക്കെ. അതെ അതെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഇന്ത്യനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെഡിസിൻ എടുക്കാമെന്ന് ചോദിച്ചാൽ ക്യാൻ യു ടേക്ക് എന്ന് പറയുന്നത് േക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് അല്ലെങ്കിൽ പൊളൈറ്റ് ആണ് കുഡ് യു പ്ലീസ്, അങ്ങനെ ആഡ് ചെയ്ത് പറയും. അങ്ങനത്തെ കുറച്ച് വേരിയേഷൻസ് നമ്മുടെ ലാംഗ്വേജിൽ വരുന്നുണ്ട് അല്ലേ? അതാണ് ഓവർസീസിൽ വരുന്നവർക്ക് വലിയൊരു പ്രശ്നം കിട്ടുന്നത്. കാരണം ഇവിടുത്തെ കുറെ ആളുകൾക്ക് അറിയില്ല നമ്മള് ഈ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷ നമ്മള് ഡിക്ഷണറിയിൽ നിന്ന് അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് പഠിച്ച ലാംഗ്വേജ് നമുക്കുള്ളൂ. അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും കുറെ വാചകങ്ങളുണ്ട് ഇവർ യൂസ് ചെയ്യുന്നത് കൊളോക്കിയൽ. അതായത് ഇപ്പം ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനാണ് നമ്മൾ കുറെ ഉപയോഗിക്കുന്ന വേർഡുകളും ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്ന വേർഡുകളും വ്യത്യാസമുണ്ട്. അപ്പൊ ഇവർക്ക് ആ കിവികളുടെ ആ രീതിയിലുള്ള വേർഡുകൾ കിട്ടിയാലും നമ്മൾ കോമ്പിറ്റന്റ് ആണെന്ന് പറയും. അങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലേ? തീർച്ചയായും. അതായത് ഫൈനൽ അസസ്മെന്റ് ഇച്ചിരി ടഫാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കാൽക്കുലേഷൻ എക്സാം ഉണ്ട്. കാൽക്കുലേഷൻ എക്സാം ഈസിയാണ്, പക്ഷെ അത് ചലഞ്ചിങ് ആണ്. കാരണം 40 മിനിറ്റ് ഉള്ളൂ
12 ക്വസ്റ്റ്യൻ ഉണ്ട്, 11 ശരിയാക്കണം. അതെ. സാധാരണ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എല്ലാവരും അതിൽ പെട്ടുപോകാറുണ്ട്. ഒത്തിരി പേര് ഫെയിൽ ആകുന്നുണ്ട്, കാരണം സ്ട്രെസ്ഫുൾ ആണ്. 40 മിനിറ്റിനുള്ളിൽ 3 അറ്റംപ്റ്റേ ഉള്ളൂ. അങ്ങനെ എന്തോന്ന് പാടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഒരു രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൊക്കെ ഇടുകയാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പളോട് ചോദിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. പിന്നെ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് 10-37 പേര് ഇപ്പോൾ കോഴ്സ് എടുത്ത് വരാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും ഫാർമസിസ്റ്റുകളുടെ ഒത്തിരി വേക്കൻസികളുണ്ട്, ഫാർമസിസ്റ്റുകളെ വേണം. അപ്പോൾ അവരിപ്പം വൈക്കാട്ടോയില് ഒരു പുതിയൊരു കോഴ്സ് തുടങ്ങുന്നുണ്ട്. അതായത് ഇനി ഡിഗ്രി ഉള്ളവർക്ക് 2 വർഷത്തെ കോഴ്സ് ചെയ്ത ഫാർമസി ആക്കാണ്. അപ്പൊ അങ്ങനെ അവർക്ക് അതുപോലെ ആവശ്യമുണ്ട്, സാലറിയും ആണെങ്കിലും. അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി ഫാർമസിസ്റ്റുകളുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് കോമ്പീറ്റൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇവിടുത്തെ രജിസ്ട്രേഷൻ. കാരണം നമ്മുടെ ആ ഒരു സ്റ്റഡി ലംഘിക്കുന്നുണ്ട്. നമ്മൾ നാട്ടിൽ 4 വർഷം പഠിച്ച് ബി ഫാമോ ഫാം ഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വരാനും ഇവിടേക്ക് വരാനായിട്ട് സാധിക്കും. അതായത് നോളജ് ബേസിക്കലി വലിയ പ്രശ്നമല്ല ഇവിടെ ഫാർമസിസ്റ്റ് ആവുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞാലും. നോളജ് ആ ക്യാപ്സിന്റെ സമയത്ത് ചില പഠിച്ചാൽ മതി. നോളജ് ഇവിടെ ആരും നമ്മുടെ അങ്ങനെ അധികം ചെക്ക് ചെയ്യില്ല. കാരണം എല്ലാത്തിനും നമുക്ക് സപ്പോർട്ട് ഇവിടെ നോക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ആൻസറുമായിട്ട് നിങ്ങൾ റെഫർ ചെയ്ത് ആൻസറുമായിട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പോൾ വൺസ് നമുക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹെൽത്ത് ന്യൂസിലാൻഡ് പോലെയുള്ള ഇവിടുത്തെ ഗവൺമെന്റ് ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻസിപ്പൽ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ന്യൂസിലാൻഡിലാണ്. അത്യാവശ്യം നല്ല പേയുമാണ്. ഒരു ബ്രീഫ്ലി ഒന്ന് ഹോസ്പിറ്റലിൽ പേ ഇച്ചിരി കമ്മ്യൂണിറ്റിയിൽ വെച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിലാണ് നല്ല പേ ഉള്ളത്. ഒരു ആവറേജ് ഒരു നമുക്കൊരു റഫായിട്ട് പറയുകയാണെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഒരു ഇയർലി പേ ഒക്കെ ഇങ്ങനെയാണ് ഒരു ഫാർമസിസ്റ്റിന്. ഇപ്പൊ നേഴ്സുമാർക്ക് ഞങ്ങൾക്ക് ഒരു ഫോർട്ട്നൈറ്റ്ലി ഏൺ ചെയ്യുന്നത് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്റ്റെപ്പിൽ ഏറ്റവും ടോപ്പ് ആണെങ്കിൽ 3,500 to 4,000 ഒക്കെ ഫോർട്ട്നൈറ്റ്ലി ടാക്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടും. ആ ഒരു റേഞ്ച് കിട്ടും. ഹോസ്പിറ്റലിൽ അത്ര ഉണ്ടാവില്ല, പക്ഷെ കമ്മ്യൂണിറ്റിയിൽ പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ലോക്കമായിട്ട് നിൽക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ റേറ്റ് നമുക്ക് കിട്ടും. അത് ചോദിക്കാം. നമ്മുടെ റേറ്റ് ഇതാണെന്ന് പറയാൻ അവർലി 70 ആണെന്ന് പറയുകയാണെങ്കിൽ അപ്പം ഫാർമസിസ്റ്റുകൾ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ പോയി ചോദിക്കാനായിട്ട് അവർലി റേറ്റ് ആണ്. പിന്നെ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന ഒരു ജോലിയും ഇവിടെ ചെയ്യുന്ന ജോലിയും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ടോ അതിൻ്റെ അകത്ത്? നമ്മളിപ്പോൾ നാട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയും ഇവിടെ ചെയ്യുന്ന ജോലി തീർച്ചയായിട്ടും അത് വ്യത്യാസം. അതായത് നാട്ടിലും മോസ്റ്റ്ലി ഡിസ്പെൻസിങ് ആണ്. ഇവിടെ ഡിസ്പെൻസിങ് ഉണ്ട്. നമ്മുടെ ബേസ് അത് തന്നെയാണ്, ഡിസ്പെൻസിങ് ആണ്. കുറച്ചുകൂടെ ക്ലിനിക്കൽ കാര്യങ്ങളും കൂടെ. കമ്മ്യൂണിറ്റി ഫാർമസി ആണെങ്കിൽ കൂടുതലും ഡിസ്പെൻസിങ് ആണ് കൂടുതൽ. പിന്നെ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഒത്തിരി പോകും കാര്യങ്ങളുമായിട്ട്. കാരണം ഫാർമസിസ്റ്റിന് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫാർമസിസ്റ്റ് കൺസൾട്ടേഷൻ ഇവിടെ ഹെൽത്ത് സിസ്റ്റം ഡോക്ടേഴ്സൊന്നും ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് ഫാർമസിസ്റ്റ് ഉള്ള മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ കുറച്ച് കൺസൾട്ട് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ കുറച്ച് ലൈക്ക് കോൺട്രാസെപ്റ്റീവ് മെഡിക്കേഷൻ, പിന്നെ സെൽഫിനാർട്ടിൽ കൺസൾട്ടേഷൻ, അങ്ങനെ കുറച്ച് കൺസൾട്ടേഷനുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രാ കോഴ്സുകളുണ്ട് നമുക്ക് ചെയ്യാൻ. പിന്നെ അതേപോലെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പോൾ ചെയ്യാത്തൊരു കാര്യം കൂടെ ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനെ കുറിച്ച് അഡ്വൈസും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ നേരെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് ഫാർമസിസ്റ്റ് ഗൈഡ് ലൈൻസ് തരും. അങ്ങനെ ഒരു സംഗതി നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല. ഇപ്പൊ നമുക്ക് സേ ഫോർ ഇൻസ്റ്റൻസ് ഞങ്ങളുടെ വാടി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഇഞ്ചക്ഷനെ കുറിച്ച് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നോ ഡൈലൂട്ട് ചെയ്യണമെന്നോ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മൾ വിളിച്ചാൽ കറക്റ്റായിട്ട് ഫാർമസിസ്റ്റ് നമുക്ക് ഗൈഡൻസ് തരും. അപ്പൊ അങ്ങനെയുള്ള റോളുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ? നാട്ടിൽ അങ്ങനെ ഒന്ന് ആയി വരുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് എല്ലായിടത്തും അതുണ്ട്. പക്ഷേ നമുക്ക് ഡ്രഗ് ഇൻഫർമേഷൻ സെൻ്റർ ഒക്കെ ഉണ്ട്. നമ്മൾ മോഡലൊക്കെ ഉണ്ടാക്കിയ കോളേജുകളിൽ പഠിക്കുന്നത്. പക്ഷേ യഥാർത്ഥ സിനാരിയോയിലേക്ക് വരുമ്പോഴത്തേക്കും നാട്ടിൽ മിക്കവാറും എനിക്ക് കുറച്ചൊരു ഡോക്ടേഴ്സ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവർ പറയുന്നു നമുക്ക് കൂടുതൽ കുറച്ചുകൂടി ഇവിടെയുള്ള ഫാർമസിസ്റ്റുകൾ കുറെ കൂടെ റീഡ് ചെയ്ത് റെഫറൻസുകളൊക്കെ റീഡ് ചെയ്ത് അവർ അപ്ഡേറ്റഡ് ആണ്. പിന്നെ ബേസിക് കാര്യങ്ങൾ, ഇപ്പം പോകുന്ന കാര്യങ്ങൾ, ക്ലിനിക്കൽ കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ അറിയാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാട്ടിലെ പോലെ കുറേ ബ്രാൻഡുകളില്ല. ഒരു മെഡിസിന് ഒരു ബ്രാൻഡഡ് ഗവൺമെന്റ് സബ്സിഡൈസ്ഡ് ഒരു ബ്രാൻഡേ ഉണ്ടാവുള്ളൂ.
അപ്പൊ നാട്ടിലെ പോലെ ലോകത്തുള്ള മെഡിസിൻ മൊത്തം അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൈകാര്യം ചെയ്യണ മെഡിസിനുകളായിരിക്കും പിന്നെ കൂടുതൽ Use ചെയ്യുന്നത്. വളരെ റെയറായിട്ട്. പിന്നെ ഹോസ്പിറ്റലും കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ച് വ്യത്യാസമാണ്. ഞാൻ ഇവിടെ കയറിയപ്പോൾ കുറച്ച് പുതിയതായിരുന്നു. എന്നാലും നമ്മൾ യൂസ്ഡ് ആവും. പിന്നെ വളരെ പുതിയ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ആക്കിയാൽ മതി. അല്ലാണ്ട് നാട്ടിലെ പോലെ ഒരു വലിയൊരു റോഡ് മെഡിസിൻസ് ഇല്ല ഇവിടെ. അപ്പൊ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. നമ്മൾ എന്തെങ്കിലും ഏരിയകൾ കവർ ചെയ്യാത്തതായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക. ഞാനത് പ്രിൻസിപ്പളുമായിട്ട് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇന്ന് വില്ലിംഗ് ആയിട്ട് വന്ന പ്രിൻസിപ്പൾക്ക് വലിയൊരു താങ്ക് യു. ഐ റിയലി അപ്രീഷിയേറ്റ്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാർമസി കമ്മ്യൂണിറ്റിയിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയത്, നിങ്ങൾ ന്യൂസിലാൻഡിൽ ഫാർമസി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നഴ്സുമാർക്കൊക്കെ ഉള്ള പോലെ ട്രാൻസ് ടാസ്മെന്റ് മ്യൂച്വൽ റെക്കഗ്നിഷൻ എഗ്രിമെന്റ്, TTMR എഗ്രിമെന്റ് എന്നാണ് അതിന് പറയുന്നത്. അതുവഴി നിങ്ങൾ ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുത്ത ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുത്ത ഫാർമസിസ്റ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് രാജ്യത്തും വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എൻട്രി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൂടി ഞാൻ ഇതിന്റെ അതുപോലെ വേറൊരു കാര്യം, ഈ എക്സാമുകളൊക്കെ ഒരുപോലെ ഏകദേശം ഒരുപോലെയാണ്. ഈ പറഞ്ഞ ക്യാപ്സ് എക്സാം ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയുടെയാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ അതിന്റെ പ്രൊസീജിയറിൽ അവിടെ ക്യാപ്സ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ക്യാപ്സ് എഴുതണ്ട. അത് സെയിം തിങ് ആണ്. ഞാൻ ഓസ്ട്രേലിയൻ ക്യാപ്സ് ആണ് എഴുതുന്നത്. കാരണം ബിക്കോസ് രണ്ടും ഒരേ കാര്യങ്ങളാണ്. അപ്പോൾ പാസ്സായ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുത്താൽ മതി. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അറ്റംപ്റ്റ് വരെ പറ്റും എക്സാം? ക്യാപ്സ് ഇവര് 3 അനുവദിക്കുന്നുള്ളൂ. 3 സിറ്റിംഗ് ആണ് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളൊരു റീസൺ കൊടുത്ത് കൗൺസിലിനെ കൺവിൻസ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ അവരൊരു ചാൻസും കൂടെ തന്നു. പിന്നെ നമുക്ക് വീണ്ടും ഓസ്ട്രേലിയയിൽ എനിക്ക് തോന്നുന്നു എത്ര ക്ലാസ് എഴുതാൻ. പിന്നെ പുതിയ എക്സാം ആക്കിയത് അതിന്റെ രീതികൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏകദേശം അവർ നോളജ് ചെക്ക് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. സ്ട്രക്ചർ ഒന്നും മാറ്റിയിട്ടുണ്ടാവും. അതെ. ഓക്കെ, താങ്ക് യു.